നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാപ്പിഴവുണ്ടാകുന്ന പരാതിയുമായി യുവതി. പ്രസവ ശസ്ത്രക്രിയയുടെ മലദ്വാരത്തിലെ ഞരമ്പ് മുറിഞ്ഞു. 2 സെന്റിമീറ്ററോളം നീളത്തിൽ ഞരമ്പ് അറ്റുപോയതായാണ് സ്കാനിംഗ് റിപ്പോർട്ട്. വിതുര സ്വദേശി ഹസ്ന ഫാത്തിമയ്ക്കാണ് ദുരവസ്ഥ. മലമൂത്ര വിസർജനത്തിന് ഭാഗമായി നടക്കേണ്ട അവസ്ഥയാണെന്നും ആശുപത്രിയിലെ ഡോക്ടർക്കുണ്ടായ പിഴവാണെന്ന് ഫാത്തിമ ആരോപിച്ചു. പരാതി അന്വേഷിക്കുന്നതായി നെടുമങ്ങാട് ജില്ലാ ആശുപത്രി അറിയിച്ചു. മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും യുവതി പരാതി നൽകി. ഇതിലെ പരാതിക്കാരി ഹസ്ന ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. ഹസ്ന, ഇതെന്നാണ് സംഭവിച്ചത്? ഇത് ജൂൺ 19 തീയതിയാണ് പ്രസവം നടന്നത്. അപ്പൊ അന്ന് തൊട്ടേ എനിക്ക് ഈ ബുദ്ധിമുട്ടാണ്. പ്രസവം നടന്ന് 3 ദിവസം കഴിഞ്ഞപ്പോ തൊട്ടാണ് നമ്മൾ ഇത് അറിയുന്നത്. ഇങ്ങനെ ഇവിടെ മടം വന്നത്. ഈ കാര്യം നമ്മൾ പറഞ്ഞിട്ടും ഡോക്ടർ നോക്കിയിട്ട് അവർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, ഇത് മുറിവ് ഉണങ്ങുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞാണ് അവർ 10 ദിവസത്തേക്ക് തന്നെ അഡ്മിറ്റ് ചെയ്യുന്നത്. 7 ദിവസമായപ്പോഴത്തേക്ക് തന്നെ ഈ സ്റ്റിച്ച് ഫുള്ള് പോയി മലം അതിലേക്കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം പറഞ്ഞിട്ട് ഡോക്ടർ പിന്നെ നമ്മളെ നോക്കി എടുത്ത് ഒന്നും ചെയ്തില്ല. അത് നോക്കാതിന് 10 ദിവസമായപ്പോഴത്തേക്ക് വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. 10 ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടും ഈ വീണ്ടും എനിക്ക് ഇതേപോലെ മലം വരികയും ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ വീണ്ടും ഈ ഡോക്ടറിനെ അടുത്ത് കാണാൻ വേണ്ടി വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ കട്ടായി പോയത്, ഇങ്ങനെ വന്നു തുടങ്ങിയത്. സ്റ്റിച്ച് പോയി നമ്മൾ യാത്ര ചെയ്തത് കൊണ്ടാണ്, വേറെ വിഷയമൊന്നുമില്ല എന്നും പറഞ്ഞ് അവർ 5 ദിവസത്തേക്ക് അവർ റെഡിയാക്കി തരാമെന്നും പറഞ്ഞിട്ട് 7 ദിവസത്തേക്ക് തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ആഹാരം പോലും തരാതെയാണ് ഡോക്ടറിനെ 7 ദിവസത്തേക്ക് കിടത്തിയിരുന്നത്. അത് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, മെഡിക്കൽ കോളേജിലേക്ക് അവർക്കുള്ള ഉണ്ടെങ്കിൽ ബിന്ദു ഡോക്ടറിന്റെ ഫ്രണ്ട് ജെയിംസ് സ്റ്റീഫൻ എന്ന് പറയുന്ന ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടറിനെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഡോക്ടർ ശരിയാക്കി തരുന്നൊന്നും നേരെ മെഡിക്കൽ കോളേജിലേക്ക് അവർ തന്നെ നമ്മളെ റെഫർ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. മെഡിക്കലിൽ ചെന്നപ്പോഴത്തേക്ക് അവരൊരു വെജീനൽ ഫിസ്റ്റുല എന്നുള്ള രോഗമാക്കി അവർ മാറ്റിയെടുത്തു. എനിക്ക് അങ്ങനത്തെ ഒരു രോഗം ഇല്ലായിരുന്നു. ഞാൻ മുമ്പ് ട്രീറ്റ്മെന്റ് മോനെ പ്രഗ്നന്റ് ആവാത്ത ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനത്തെ രോഗമുള്ളതായിട്ടുള്ള ഒരു തെളിവ് എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഈ മെഡിക്കലിലെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അവരെനിക്ക് MRI എടുക്കുന്നത്. MRI എടുത്തപ്പോഴത്തേക്കാണ് അറിയുന്നത് മലതാളത്തിന്റെ നരമ്പ് കട്ടായതാണെന്നും 2 സെന്റിമീറ്ററോളം നീളത്തിലാണ് ഈ കട്ടായേക്കുന്നതെന്നും അറിഞ്ഞത്. 18 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് സർജറി തന്നെ ചെയ്യുന്നത് മെഡിക്കൽ കോളേജിലുള്ളത്. മെഡിക്കൽ കോളേജ് 3 സർജറി മൊത്തം കഴിഞ്ഞ, പക്ഷെ 3ഉം ശരിയായിട്ടില്ല. ആദ്യം ശരിയാവാതെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് തുടങ്ങുന്ന ചതയൊക്കെ വെച്ചാണ് മുറിവ് എനിക്ക് അടച്ചത്. മുറിവ് അടച്ചിട്ടും വീണ്ടും ഈ മുറിവിൽ കൂടെ മലം വന്നു. ഈ ചത വെച്ച ചതയും എല്ലാം തിരിച്ച് പോവുകയാണ് ചെയ്തത്. അപ്പൊ അതിന്റേതായ വേദനയും ബുദ്ധിമുട്ടായി കിടന്നപ്പോൾ തന്നെയാണ് അടുത്ത 3ാമത്തെ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ പിന്നീട് സമീപിച്ച് കാര്യം പറഞ്ഞോ? ആ കാര്യം പറഞ്ഞായിരുന്നു. ഡോക്ടറിന്റെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് പറഞ്ഞത്. ഇത് പരാതി കൊടുത്തിട്ട് എന്താണ് മറുപടി ഉണ്ടായത്? ജില്ലാ ആശുപത്രി എന്താണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് ആശുപത്രിയിൽ അവരാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്, നമ്മൾ യാത്ര ചെയ്തത് കൊണ്ടാണ്. ഡോക്ടറെ പറഞ്ഞോളൂ, ആശുപത്രിക്കാർ ഇതിനെപ്പറ്റി നമുക്കടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞാൽ അവരെ അന്വേഷിക്കാന്നേ പറഞ്ഞോളൂ, അല്ലാതെ അവർ വേറെ ഒന്നും നമ്മൾക്ക് പറഞ്ഞിട്ടില്ല ഇതിനെ കുറിച്ചുള്ള കാര്യം. പിന്നെ നമുക്ക് മെഡിക്കലിൽ ചെന്നപ്പോഴത്തേക്ക് SIT അവിടെ പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു പ്രസവ സമയത്ത് തന്നെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇത് ഒരുപക്ഷെ ശരിയാക്കാമായിരുന്നു, ആ സമയത്ത് തന്നെ വന്നിരുന്നെങ്കിൽ പോകാമായിരുന്നു. പക്ഷെ ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പ്രസവ സമയത്ത് അവരെ ഉള്ളിൽ സ്റ്റിച്ചിട്ടില്ലായിരുന്നു. SIT ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഉള്ളിലേക്ക് ആ നരമ്പിൽ സ്റ്റിച്ചിട്ടില്ല, പുറമെ മാത്രമേ സ്റ്റിച്ചുള്ളൂ എന്നാണ് SIT ഡോക്ടർ പറഞ്ഞിരുന്നത്. പക്ഷെ ഈ ഡോക്ടർ ബിന്ദു ഡോക്ടർ പറഞ്ഞിട്ടില്ല ഇങ്ങനെ നരമ്പ് കട്ടായിട്ടുണ്ടെന്നോ നിങ്ങൾ യാത്ര ചെയ്യുന്നോ ഒന്നും ഈ ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ. ഈ മറ്റാശുപത്രിയിൽ മറ്റു ഡോക്ടർമാരെന്തെങ്കിലും കാണിച്ചോ? നമ്മൾ മെഡിക്കൽ കോളേജിൽ ഈ ഡോക്ടർ പറഞ്ഞ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചത്, ബിന്ദു ഡോക്ടർ പറഞ്ഞിട്ട ഡോക്ടറിനെ നമ്മൾ കാണിച്ചത്. കാണിച്ചപ്പോഴത്തേക്കാണ് അവർ പറഞ്ഞത് വെജീനൽ ഫിസ്റ്റുലയാണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. നെടുമങ്ങാട് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ചികിത്സ ശരിയാകാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിലെ 3 സർജറിയും ശരിയാകാത്തതുകൊണ്ട് ഞാൻ ഇന്നൊരു പ്രൈവറ്റിലായിട്ട് പോകണം. പ്രൈവറ്റ് ഇവിടെ കടച്ചിലുള്ള കിംസാറ്റ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ഞാൻ പോയി. അവിടെ ചെന്നിട്ട് സർജറി ചെയ്തതിന് ശേഷമാണ് ഞാൻ ഒന്ന് ഓക്കെ ആയി വരുന്നത്. മെഡിക്കൽ കോളേജിലും ഇതായിട്ടില്ല. അതിന്റെ വയറിന്റെ ഇടവ് സൈഡിൽ കൂടെ പഴുപ്പൊക്കെ വയറ് പൊട്ടി ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ കിംസാറ്റിലോട്ട് പോയത്, കടക്കിലോട്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി. അപ്പൊ അവർ വന്ന് മെഡിക്കൽ കോളേജ് കുടൽ വെച്ചിട്ട് ഉള്ളിലോട്ടായിപ്പോയി. മലം വയറിന്റെ ഉള്ളിൽ കിടന്ന് പഴുത്താണ് വയറ് പൊട്ടിയത് എന്ന് CT സ്കാൻ ചെയ്തപ്പോഴത്തേക്കാണ് അറിഞ്ഞത്. ഇപ്പൊ വലത് സൈഡിലാണ് ഇപ്പം കുടല് പുറത്ത് വെച്ച് വേഗ വഴിയാണ് മലം കളക്ട് ചെയ്യുന്നത്. ഇനിയും 2 സർജറിയും കൂടെ ബാലൻസ് ഉണ്ട്. ശരി, നന്ദി ഹസ്ന ഇത്രയും സംസാരിച്ചത്.